ഹലോ ഫ്രണ്ട്സ്, നമുക്കിതൊരു സ്മൂത്തി ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ സ്മൂത്തി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. വളരെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇതുണ്ടാക്കി കൊടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് വന്ന കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉച്ചവരയ്ക്കവർക്ക് വിശക്കാതെ ഇരുന്നോളും. പിന്നെ ധാരാളം പ്രോട്ടീനും വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്കിനി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചുവന്ന അവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്മൂത്തിയുടെ അളവിനനുസരിച്ച് അവിലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കിനി ഇത് കുതിരാനായിട്ട് വെക്കാം. 1 കപ്പ് തിളപ്പിച്ചാറിയ പാലൊഴിച്ച് അവിൽ ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. നമുക്കിനി ഇത് വേണ്ട മധുരം തയ്യാറാക്കാം. അതിന് വേണ്ടി ശർക്കര പാനിയാക്കി അരിച്ചെടുത്തത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് 1 കപ്പ് പുഴുങ്ങിയ പയറാണ്. പയറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പയറിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് അടിക്കാൻ തുടങ്ങുമ്പം കുറച്ച് പാൽ കൂടി ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇതെങ്കിലേ നന്നായിട്ട് അടിച്ച് സ്മൂത്തായിട്ട് വരത്തുള്ളൂ. ഇതിനകത്ത് ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. വളരെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുമ്പം ഏലക്കയോ മധുരമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. പഴത്തിൻ്റെ മധുരം തന്നെ ധാരാളമായിട്ടുണ്ട്. ഇത് നമുക്കിനി അടിച്ചെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടണും അടിക്കാൻ മറക്കല്ലേ. ഇവിടെ നമ്മുടെ സ്മൂത്തി നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സ്മൂത്തിയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ കമൻറ്റും എനിക്കൊന്ന് അയച്ചു തരണം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ.